കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇ.ഡി. പിടിച്ചെടുത്ത രേഖകൾ ക്രൈംബ്രാഞ്ചിന് നൽകണമെന്ന് ഹൈക്കോടതി. ഇ.ഡി. വിചാരണ കോടതിയിൽ സമർപ്പിച്ച രേഖകളാണ് കൈമാറേണ്ടത്. രേഖകൾ പരിശോധിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. വിവരങ്ങളുമായി എസ് ശ്രീകാന്താണ്. ശ്രീകാന്ത്, ഇക്കാലം അത്തരം ആവശ്യം വരുമ്പോൾ ഇ.ഡി. കടുത്ത ഭാഷയിൽ എതിർക്കുന്നതാണ്. ഇക്കുറി ഇ.ഡിയുടെ വലിയ എതിർപ്പുണ്ടായില്ല എന്ന് തോന്നുന്നല്ലേ? ഇന്ന് കോടതി ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ച് മുൻപാകെയാണ് ഈ ആവശ്യം എത്തുകയുണ്ടായത്. തുടർന്ന് കോടതി പറഞ്ഞത് ഇപ്രകാരമാണ്: ഇ.ഡി. പിടിച്ചെടുത്ത രേഖകൾ കീഴ്ക്കോടതി അത് ക്രൈംബ്രാഞ്ചിന് കൈമാറണം എന്നുള്ളതായിരുന്നു കോടതിയുടെ ഒരു നിർദ്ദേശം വന്നിട്ടുള്ളത്. ഇ.ഡി. നേരത്തെ കീഴ്ക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള ഏതാണ്ട് ഒരു 90-95 രേഖകൾ വരും. ആ രേഖകളാണ് ഇപ്പോൾ കൈമാറാൻ കീഴ്ക്കോടതിക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. PMLA കോടതിയിൽ സമർപ്പിച്ച രേഖകൾ കൈമാറുന്നതിൽ കീഴ്ക്കോടതി തീരുമാനിക്കട്ടെ എന്നൊരു നിലപാടാണ് ഇ.ഡി. സ്വീകരിച്ചത്. അതായത് അതിശക്തമായ എതിർപ്പ് ഇ.ഡി. നേരത്തെ ഉന്നയിക്കാറുണ്ടായിരുന്നു ഇത്തരം കേസുകളിൽ. പക്ഷേ നിലവിൽ അത് കീഴ്ക്കോടതി തന്നെ തീരുമാനിക്കട്ടെ, അത് കോടതിയുടെ വിവേചനാധികാരമാണ് എന്ന നിലപാടാണ് ഇപ്പോൾ ഇ.ഡി. എടുത്തത്. രേഖകൾ പരിശോധിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കണം എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. അതിനൊരു കാരണമുണ്ട്. കാരണം ഈ ഫോറൻസിക് ലാബുകളിലേക്ക് ഈ രേഖകളൊക്കെ എത്തിയാൽ അതവിടെ കെട്ടിക്കിടക്കുന്ന സാഹചര്യമുണ്ട്. ഈ കേസിൽ അതുണ്ടാകരുത്. ഇ.ഡിയുടെ അന്വേഷണത്തെ തടസ്സപ്പെടുത്താത്ത വിധം വളരെ വേഗം ഇത് പരിശോധിച്ച് രേഖകൾ തിരികെ കോടതിയിൽ ഏൽപ്പിക്കണം എന്നും ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്.